നേരത്തെ വീഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ റീപോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അതായത് പിന്നെ UK ഇമിഗ്രേഷൻ ചേഞ്ചസ് നമ്മുടെ ഷബാന മുഹമ്മദ് ഹോം സെക്രട്ടറി അധികാരത്തിൽ വന്നിട്ട് സെപ്റ്റംബർ 5-നാണ് വന്നത്. അപ്പോൾ അതിനുശേഷം വന്ന ഒരുപാട് മാറ്റങ്ങൾ പിന്നെ പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ സ്റ്റുഡൻസായിട്ട് നാട്ടിൽ നിന്ന് ഇനി പറഞ്ഞവർക്ക് ഇംഗ്ലീഷ് B1 ഇക്വലൻ്റ് ഇൻ്റർമീഡിയറ്റ് ഇക്വലൻ്റ് IELTS പോലെ അതൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് കാണിക്കേണ്ട ഫണ്ട് ലണ്ടൻ ബേസ്ഡ് ആയിട്ടാണ് സ്റ്റുഡൻസ് പറഞ്ഞെങ്കിൽ, ലണ്ടനിലാണ് സ്റ്റുഡൻസ് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ടുണ്ട്. അതായത് ഇനി നേരത്തെ പോലെ പിന്നെ അതിനേക്കാളും ഫണ്ട് പിന്നെ കാണിക്കണമെന്നാണ് പറഞ്ഞത്. ലണ്ടൻ ബേസ്ഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പറഞ്ഞെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അതായത് ഫണ്ട് കാണിക്കുന്ന കാര്യം ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ ക്യാമ്പസിൽ പഠിക്കാൻ പറഞ്ഞവർക്ക് നല്ലൊരു ഫണ്ട് കാണിക്കണം, എന്നാൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് PSW ഇവിടെ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സ്റ്റഡീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈമായിട്ട് അവർക്ക് ജോലിക്ക് ഇറങ്ങാം. അപ്പോൾ അത് നേരത്തെ 2 കൊല്ലമായിരുന്നു, അതിപ്പോൾ 18 മാസമായിട്ട് അവർ ചുരുക്കിയിട്ടുണ്ട്. അതും പിന്നെ 2027 ജനുവരിക്ക് ശേഷം PSW അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് ബാധകമായിട്ട് പറഞ്ഞത്. ബാക്കി അതിന് മുമ്പ് പിന്നെ PSW അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ 2 കൊല്ലം തന്നെ സ്റ്റേ ബാക്ക് കിട്ടും. പിന്നെ അതുപോലെ പിന്നെ ILR വന്ന ചേഞ്ചസ് 5 വർഷം എന്നുള്ളത് 10 കൊല്ലം ആക്കാൻ പോവാണ് പെർമനൻറ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യുന്നവർക്ക്. അത് പിന്നെ അതൊരു പ്രൊപ്പോസലായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും അത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നൊക്കെയാണ്. പിന്നെ അടുത്ത റിഫോം പാർട്ടി വന്നാലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഇവിടെ മിക്ക സജഷൻസും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഇതിലായാലും പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസാണ് ഇപ്പോൾ പൊതുവേ വന്നിട്ടുള്ളത്.